ഡിയർ ഫ്രണ്ട്സ്, പെറ്റ്ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം. അപ്പം ചെടിച്ചട്ടിക്കകത്തുനിന്ന് എനിക്കൊരു ചേന കിട്ടിയില്ലേ, തനിയെ വീണ് മുറിച്ച് ഒരു ചേനയുടെ വിത്ത് അതിനകത്ത് കിടന്ന് ചെടിച്ചട്ടി പൊട്ടിയെങ്കിലും എനിക്ക് അതിനകത്തുനിന്ന് സാമാന്യം നല്ലൊരു ചേന കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് നോക്കിയേ, ഇത് തെങ്ങിന്റെ ചുവട്ടില് തനിയെ മുളച്ചു വന്ന ഒരു ചേനയാണ്. അപ്പൊ അതിന് ഞാനൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ചെടിച്ചട്ടിക്കകത്തുനിന്ന് ആ ചേന കിട്ടിയ സമയത്ത് അവങ്കിൽ ചെടി വേറൊരെണ്ണം കൂടെ അതുപോലെ മുളച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ ഇതേപോലെ എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് കാണിക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിവിടെ ഗ്രോ ബാഗിൽ നട്ടു വെച്ചേക്കുന്ന ചേനയാണ്. അപ്പൊ തറയിൽ ഞാൻ നടാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് അറിയാമല്ലോ, ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ തോടാണ്, മുട്ടുവരെ വെള്ളമാണ്. അതൊരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗ്രോ ബാഗിനകത്ത് ഈ ചേന നട്ടത്. അപ്പൊ ചേന നട്ട രീതിയൊക്കെ ഞാൻ ഇതിന്റെ വിളവ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കണ്ടതിന് ശേഷം നിങ്ങളെ അടുത്ത ചേന കൃഷി ചെയ്യുന്ന സമയത്ത് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പം ഞാൻ ചെയ്തത് കരിയിലേക്ക് നിറച്ച് ചേന അതിനകത്ത് നട്ട് അതിനുശേഷം ഈ പരിസരത്തുനിന്ന് നമ്മൾ വൃത്തിയാക്കുന്ന കളകളെല്ലാം തന്നെ ഇതിനകത്തോട്ട്, ഉണക്കാറൊന്നുമില്ല കേട്ടോ, ഇതിനകത്തോട്ട് ഞാനങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ അതിനകത്തുനിന്ന് ഇങ്ങനെ പൊടിച്ച് വരുന്നതിന് അതിന്റെ വേരൊന്ന് പിഴുത് വേര് മറിച്ചങ്ങിടും. അപ്പൊ അത് അതിനകത്ത് വളമായിട്ട് മാറും. അതിന് യാതൊരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ പച്ചപ്പ് മാറാതെ ഇട്ടിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആ ചേനയെ നമ്മൾ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് തനിയെ മുളച്ചു വന്ന ഒരു ചേനയാണ്. അപ്പൊ നേരത്തെ അതിൽ ഞാൻ മണ്ണൊക്കെ ചോട്ടിൽ കൂട്ടി കൊടുത്തായിരുന്നു. അപ്പോഴാണ് ഇവിടെ മഴ പെയ്ത് വെള്ളം പൊങ്ങിയത്. അപ്പൊ വെള്ളം താഴ്ന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ആ ചോട്ടില് അണച്ചു കൊടുത്ത മണ്ണ് കുഴപ്പമൊന്നും വന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചേന നഷ്ടപ്പെട്ടില്ല, വേരൊക്കെ നല്ലതുപോലെ വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ശരി, നമുക്ക് ഇതിനെ നേരത്തെ ഞാൻ ആ തെങ്ങിന്റെ ചുവട്ടില് കണ്ട ചേനയില്ലേ, അതിന് ചെയ്തതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കൂടെ അന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കള പറിച്ചതാണേ, അത് ഉണങ്ങിയിട്ടൊന്നുമില്ല, ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചേനയുടെയും ചേമ്പിന്റെയും ഒക്കെ ചുവട്ടില് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് പിന്നെ കള വെച്ചു. കളയെല്ലാം വെച്ചതിന് ശേഷം ശീമക്കൊന്നയുടെ ഇലയാണ് നൈട്രജന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് കേട്ടോ. ശീമക്കൊന്നയുടെ ഇലയും ഞാനിവിടെ വെച്ചു. ശീമക്കൊന്നയുടെ ഇല വെച്ചതിന് ശേഷം നമ്മുടെ ട്രൈക്കോഡർമയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഇച്ചിരി ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം ഒക്കെ ചേർത്ത് കുറച്ച് വളയം ഉണ്ടായിരുന്നുള്ളൂ, അതും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരല്പം സ്യൂഡോമോണസ് ഇട്ട് കൊടുത്തു. സ്യൂഡോമോണസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ മണ്ണ് വെച്ച് ഇങ്ങനെ പൊതി അതിന്റെ ആ ഇലയും ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ, വെളിയിൽ വേരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കള അവിടെ ഇരുന്ന് പൊടിക്കും, അത് കിളുത്ത് വരും. അതുകൊണ്ട് അതൊന്നും കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ മണ്ണിട്ടിട്ട് ഇതുപോലെ തട്ടി ഉറപ്പിച്ചു കൊടുക്കും. തനിയെ കിളുത്ത് വന്നതാണ്. അപ്പം അതിനൊരു സംരക്ഷണം നമ്മൾ കൊടുത്താൽ വലിയ വിളവൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടെയും നമുക്കതിനകത്തുനിന്ന് ഒരു ചേന കിട്ടും. ഇത്രയാണ്. ആ തെങ്ങിന്റെ ചുവട്ടില് ഞാൻ ചെയ്ത സമയത്ത് വെറുതെ കള മാത്രം ഇങ്ങനെ ഇട്ട് മണ്ണ് അണച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത്രയും വലിയ മഴയൊന്നും പെയ്തിട്ടും അതിനകത്തുനിന്ന് മണ്ണൊന്നും ഒലിച്ചു പോയില്ല. അപ്പൊ അതിനകത്ത് വേരുപടലങ്ങൾ ധാരാളം വന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കുറച്ച് സ്യൂഡോമോണോസും വളവും ഒക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്തു കൊടുത്തത്. ഇതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.